വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും. മലബാറിന്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലായി മാറുന്നതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. സമീർ സി മുഹമ്മദ് ചെയ്യുന്നു. സമീർ, ചുരം വഴി യാത്ര ചെയ്യുന്നവരുടെ വയനാടൻ ജനതയുടെ ദീർഘകാലത്തെ യാത്രാക്ലേശത്തിന്, അവരുടെ സമയനഷ്ടത്തിന്, അവർക്ക് എത്തേണ്ട സമയത്ത് എത്തേണ്ടടുത്ത് കൃത്യമായി എത്താത്തതിനൊക്കെ ഒരു പരിഹാരമാകാൻ ഒരു പുതിയ തുരങ്കപാത വരുന്നു. ആ നാടിൻ്റെ ദീർഘകാലത്തെ സ്വപ്നമാണ്, പ്രതീക്ഷയാണ്. എപ്പോഴേക്കും ഉദ്ഘാടന പദ്ധതികൾ, എത്ര വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കി ആ തുരങ്കപാത തുറന്നു കൊടുക്കാനാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്? സുഹൈൽ സൂചിപ്പിച്ചതുപോലെയാണ് മലയോര ജനത കാത്തിരുന്ന ആ നിമിഷമാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് മുഖ്യമന്ത്രി ഇന്ന് തറക്കല്ലിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തും, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. കാലങ്ങളായുള്ള ഒരു കാത്തിരിപ്പിന് അറുതിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇരട്ട തുരങ്കപാത സാധ്യമാകുന്നത്. 4 വരി പാതയാണ് ഇത് ഈ നിർമ്മാണത്തിൽ ഉണ്ടാവുക. 8.71 കിലോമീറ്റർ ദൂരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. 2 അപ്രോച്ച് റോഡുകൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസനം സാധ്യമാക്കുന്ന. 2 ജില്ലകൾക്കപ്പുറത്ത് കർണാടക, അങ്ങനെ 2 സ്റ്റേറ്റുകളെ കൂടി ബന്ധിപ്പിക്കുന്ന വിധത്തിൽ വലിയ സാധ്യതകൾ തുറന്നു തരുന്ന ഒരു തുരങ്കപാത കൂടിയാണ് ഈ പ്രത്യേകിച്ചും ബംഗളൂരു, അതുപോലെ തന്നെ കോഴിക്കോട്, ഇങ്ങനെ ഒരു 2 ലിങ്ക് മാത്രമല്ല, കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയ്ക്ക് കൂടെ വലിയ മുതൽക്കൂട്ടാവുന്ന ഒരു വലിയ വികസന പദ്ധതി. മലബാറിന്റെ വലിയ വികസന കുതിപ്പായിരിക്കും ഇരട്ട തുരങ്കപാത. ഒപ്പം വയനാടൻ ജനതയുടെ ദീർഘകാലത്തെ സ്വപ്നവും. അല്പസമയത്തിനകം പ്രവൃത്തിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും.